തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 5-8-10 വർഷമായിട്ട് കേരളത്തിൽ തെരുവുനായി കടിയും തെരുവുനായുടെ ABC സിസ്റ്റവും ഒക്കെ നടപ്പാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് അതിനുവേണ്ടി കോടികൾ ചെലവിട്ടിട്ടും തെരുവുനായുടെ എണ്ണം കൂടുന്നല്ലാതെ വേറെ ഒരു പരിഹാരവുമില്ല എന്ന് നമ്മൾ കാണുന്നത് ഈ UDF ഭരിച്ചിരിക്കുന്ന കോർപ്പറേഷനുകളിലും LDF ഭരിക്കുന്ന കോർപ്പറേഷനിലൊക്കെ അല്ലെ മുനിസിപ്പാലിറ്റികളിലുമൊക്കെ നമ്മളിത് കഴിഞ്ഞ 10 വർഷമായിട്ട് കാണുകയാണ്. അപ്പോൾ തെരുവുനായുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് LDF UDF പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭരിച്ച സമയത്ത് തെരുവുനായ കൂടിയതേ ഉള്ളൂ. അതുപോലെ കൊതുക് ഇല്ലാത്ത ഒരു നഗരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊതുകിൻ്റെ എണ്ണം കൂടുന്നേ ഉള്ളൂ. മലിനജലം എല്ലായിടത്തും കെട്ടിക്കിടക്കുന്നത് കൂടുന്നേ ഉള്ളൂ. എവിടെയെങ്കിലും ഒരു 4 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നൊരവസ്ഥ. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ എന്ത് വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടപ്പാകില്ല എന്നുള്ളത് അവർ തന്നെ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരു ശുചിത്വ മിഷനും മാലിന്യമുക്ത കേരളവുമൊക്കെ നമ്മുടെ ഒരു വലിയ പ്രഖ്യാപനങ്ങളായിട്ട് വർഷങ്ങളായിട്ട് UDF LDF ഇവിടെ നടന്നതാണ്. എന്നിട്ട് ഇവിടെ മാലിന്യമുക്തമായിട്ടില്ല ഇന്നും കേരളം. ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ അവസാനമായിട്ടുള്ളത്. അത് 2400 കോടിയോളം വേൾഡ് ബാങ്ക് പറഞ്ഞിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് അതിനുള്ള പദ്ധതികൾ പോലും നൽകാതെ ഇപ്പം വേൾഡ് ബാങ്ക് തന്നെ അത് 1800 കോടിയിലേക്ക് ആ പദ്ധതി വെട്ടിച്ചുരുക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് LDF ഭരണകാലത്തെ ഒരു അവസ്ഥ.